ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പെറ്റ്സുമായി റിലേറ്റഡായ വീഡിയോ അല്ല. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും, അതിലവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, അവർ അതിന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ യൂട്യൂബിൽ മെയിനായിട്ട് ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടു, നമ്മുടെ അസ്കർ ടെക്കിയുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അസ്കർ ടെക്കിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതെന്ന് ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അസ്കർ ടെക്കിക്ക് ഒരു പ്രൊമോഷൻ്റെ ഒരു എന്താ പറയുക, ഒരു കമ്പനി അപ്രോച്ച് ചെയ്തു പ്രൊമോഷനുമായിട്ട്. അപ്പോൾ പ്രൊമോഷന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രൊമോഷൻ അവർ പൈസ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് തങ്ങളുടെ ചാനലിൽ കാണിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ളതായിട്ടുള്ള ഒരു ക്യാഷ് കൊടുക്കും. അപ്പോൾ അതിനു വേണ്ടി കമ്പനി ഒരു മെയിൽ അയച്ചിട്ടുണ്ടായി. അപ്പോൾ ആ മെയിലിൽ ക്ലിക്ക് ചെയ്തതും അങ്ങനെയാണ് അവർ അക്കൗണ്ട് ഹാക്കേഴ്സിന് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയത്. പിന്നെ അസ്കർ ടെക്കി തൻ്റെ വേറൊരു ചാനലിലൂടെ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് ഹാക്കായതെന്നും എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അസ്കർ ടെക്കി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസ്കർ ടെക്കിയുടെ മൊത്തം എന്താ പറയുക, മൊത്തം വൈഫൈയിൽ എന്തൊക്കെ ഡിവൈസസ് കണക്റ്റ് ആയിട്ടുണ്ടോ അപ്പോൾ ആ മൊത്തം ഡിവൈസും ഈ ഹാക്കേഴ്സിൻ്റെ അധീനതയിൽ ആക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മെയിൽ വെച്ചിട്ടാണ് ഈ ഹാക്കേഴ്സ് മെയിൻലി നമുക്ക് മെയിൽ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഈ വീഡിയോയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്ന മെയിൽ ID ഒരിക്കലും നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മെയിൽ ID ആകാൻ പാടില്ല. അപ്പോഴാണ് അവർക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഹാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുക. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറപ്പായും നമ്മുടെ ചാനൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. 1 സ്റ്റെപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അതൊരു സേഫ് അല്ല. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും കടന്ന് ചെയ്യാൻ പറ്റിയ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒരു സമാധാനത്തിന് വേണ്ടി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുക. പിന്നെ ഒരിക്കലും നമ്മുടെ ഇമെയിൽ ID ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക. പിന്നെ പലരും ചോദിച്ചതാണ്, ഈ അസ്കർ ടെക്കിയുടെ ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. റിക്കവർ ചെയ്തെടുക്കുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് ദിവസങ്ങളെടുക്കും, ഒരു 2 ആഴ്ചത്തോളം സമയമെടുക്കും. പിന്നെ അതുമാത്രമല്ല, അസ്കർ ടെക്കി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് പറയുന്ന കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് തൻ്റെ ചാനൽ പഴയതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുന്നത്. ചാനൽ റിക്കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ പഴയതുപോലെ അസ്കർ ടെക്കിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ടെക്കിക്ക് ഇടാൻ പറ്റുന്നതാണ്. റിക്കവർ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് യൂട്യൂബും ചെയ്യും, നമുക്ക് ഒരു തേർഡ് പാർട്ടിയെ വെച്ചിട്ട് അങ്ങനെയും റിക്കവർ ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ കറൻ്റ്ലി അസ്കർ ടെക്കിയുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തതിനാൽ അസ്കർ ടെക്കി നിർബന്ധമായിട്ട് യൂട്യൂബായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ടെർമിനേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അസ്കർ ടെക്കിക്ക് ഒരു തേർഡ് പാർട്ടി ഉപയോഗിച്ച് ഹാക്കേഴ്സിൽ നിന്ന് ചാനൽ വീണ്ടെടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം നമ്മുടെ ചാനലും ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാനിക് ആവരുത്. എത്രയും പെട്ടെന്ന് യൂട്യൂബിനെ ഈ സംഭവം അറിയിക്കുക, നമ്മുടെ ചാനൽ ഇങ്ങനെ ഹാക്കായിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിനെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തും പിന്നെ അവരുടെ പേഴ്സണൽ മെയിലുണ്ട്, അതിലും വേണമെങ്കിലും നമുക്ക് അറിയിക്കാൻ പറ്റുന്നതാണ്. യൂട്യൂബിൽ ഒരു #, ഇട്ട് യൂട്യൂബ് എന്ന് കൊടുത്ത് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്താൽ മതിയാവും. അവർ പേഴ്സണലി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രൊമോഷൻസ് വരുമ്പോൾ എല്ലാ പ്രൊമോഷൻസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അത് 100% ഷുവറായാൽ മാത്രം ആ മെയിലോ ആ ലിങ്കോ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്തായാലും മൊബൈലും വൈഫൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പറയുക, എല്ലപ്പോഴും ഹാക്കേഴ്സിൻ്റെ കൺമുന്നിൽ തന്നെയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ചാനലൊക്കെ സേഫായിട്ട് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മളെ പെറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, ഉടൻ തന്നെ അടുത്ത വീഡിയോ വരുന്ന